അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പനീർ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്താ പറയുക പനീർ മസാല എന്നോ അല്ലാന്നുണ്ടെങ്കിൽ ചില്ലിന്നോ എല്ലാം പറയാൻ പറ്റും. അടിപൊളി ടേസ്റ്റിയാണ്. നിങ്ങൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ 2 റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. എന്തായാലും വീഡിയോ കണ്ടോക്കാം. അതിനു മുമ്പായിട്ട് ഞാനില്ലേ പനീർ മസാല റെഡിയാക്കാനായിട്ട് ഉപയോഗിച്ച കടായി എവിടെ നിന്ന് വാങ്ങിയെന്ന് പറയാം. അപ്പോൾ ഞാൻ ഇൻഡസ് വാലിയിൽ നിന്ന് കുറച്ച് കാസ്റ്റ് പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട്, കുക്ക്വെയർ സെറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കാം കേട്ടോ. ഞാനിപ്പം 3 സെറ്റായിട്ടുള്ള ഐറ്റംസാണ് വാങ്ങിയിട്ടുള്ളത്. ഒരു കടായി, പിന്നെ ഒരു തവ, പിന്നെ ഒരു ഫ്രൈ പാന്, അങ്ങനെ 3 എണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ബോക്സിൽ തന്നെ യൂസർ മാനുവലും പിന്നെ അവരുടെ തന്നെ ഒരു ലെറ്ററും കാര്യങ്ങളെല്ലാം ഉണ്ട്. യൂസർ മാനുവൽ ഇതിൽ എങ്ങനെ യൂസ് ചെയ്യുക കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ലെറ്ററും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇൻഡസ് വാലിയിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടല്ല കേട്ടോ പർച്ചേസ് ചെയ്യുന്നത്. എന്താ പറയുക, മുമ്പും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഡെയിലി കാണുന്നവർക്ക് അറിയുണ്ടാവും. ഇപ്പം ഞാൻ വാങ്ങിയിട്ടുള്ളത് കാസ്റ്റ് ചെയ്യേണ്ട കുറച്ച് കുക്ക്വെയർ സെറ്റാണ്. കാസ്റ്റ് ചെയ്യേണ്ട കുറച്ച് കുക്ക്വെയർ സെറ്റ് വാങ്ങണമെന്ന് പണ്ടേ വിചാരിക്കുന്നുണ്ടായിട്ടുണ്ട്. അതിന് കാര്യം നമ്മൾ സാധാ വാങ്ങുമ്പം എന്താ പറയുക സീസണിങ് എല്ലാം ചെയ്യണ്ടേ. പക്ഷേ ഈ ഇൻഡസ് വാലിയിൽ നിന്ന് എല്ലാ ഈ ഒരു പ്രൊഡക്റ്റിനൊന്നും സീസണിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പ്രീ സീസൺഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് വരുന്നത്. അപ്പോൾ ഞാൻ എല്ലാം ഓപ്പൺ ആക്കിയിട്ട് കാണിക്കാം കേട്ടോ. ഇതിപ്പം കയ്യിലാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ എല്ലാം കൂടി ഓപ്പൺ ആക്കി കാണിക്കാം. പിന്നെ ഇവരുടെ പാക്കിങ് പറയാതിരിക്കാൻ വയ്യ. നല്ല സേഫായിട്ടാണ് ഇവർ പാക്ക് ചെയ്തിട്ട് ഇവരുടെ പ്രൊഡക്റ്റ് അയച്ചു തരുന്നത് കേട്ടോ. അതുപോലെ തന്നെയല്ലേ ഈ കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്കത് സീസണിങ്ങെല്ലാം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമുക്കധികം മടിയല്ലേ. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വാങ്ങാൻ തീരുമാനിച്ചതും. പിന്നെന്താ, അപ്പോൾ ഇതാ ആദ്യം ഒരു തവ, പിന്നെ ഇതാ ഒരു പാനുണ്ട്, ഫ്രൈ പാനുണ്ട്, അതുപോലെ തന്നെ ഒരു കടായുമാണ് വാങ്ങിയിട്ടുള്ളത്. ആ ഒരു തവയും കടായെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് സാധാ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ യൂസ് ചെയ്തിട്ട് അപ്പങ്ങൾ എന്താ പറയുക നമ്മൾ ദോശയും കാര്യങ്ങളെല്ലാം ചുടൂലേ, അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ ഇതെല്ലാം ഇവരുടെ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം നോൺ സ്റ്റിക്കി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിലും എത്രയോ ഹെൽത്തിയാണ്, സേഫാണ് ഈ ഒരു കാസ്റ്റ് ചെയ്യേണ്ട പ്രൊഡക്റ്റ്. അത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഈ കാസ്റ്റ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് എല്ലാം തന്നെ എന്താ പറയുക ടോക്സിൻ ഫ്രീ ആണ്. അതുപോലെ ലൈഫ് ലോങ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ എന്താ പറയുക നോൺ സ്റ്റിക്ക് പാത്രങ്ങളെല്ലാം യൂസ് ചെയ്യുമ്പം കുറച്ച് കാലം കഴിഞ്ഞാൽ അത് മാറ്റേണ്ടി വരുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാം. നമുക്കും നമ്മുടെ തലമുറക്കും എല്ലാം യൂസ് ചെയ്യാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിന് വെള്ളത്തിൻ്റെ അംശം ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് എല്ലാം തുടച്ചെടുത്തിട്ട് മാത്രം സൂക്ഷിക്കാം. എന്നാൽ നമുക്ക് ലൈഫ് ലോങ് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇത് കഴുകുന്നതും കൂടി ഞാൻ കാണിക്കാം. കഴുകിയിട്ട് യൂസ് ചെയ്യുന്നതും കൂടി കാണിക്കാം. നമ്മൾ സാധാ പാത്രങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ കഴുകിയിട്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡയറക്റ്റ് ഇത് യൂസ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു പാത്രങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതുപോലെ തന്നെ എക്സ്ട്രാ 12% ഡിസ്കൗണ്ട് വേണ്ടവർക്ക് നിങ്ങൾ IRFA12 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഈ കാസ്റ്റ് ചെയ്യുന്ന പാത്രങ്ങൾ 100% ടോക്സിൻ ഫ്രീ ആണ്. അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക്. അതുപോലെ തന്നെ ഈ ഒരു കാസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിലെ നേച്ചർ ഫ്രണ്ട്ലി ആണ്. അതുപോലെ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഇങ്ങനെയുള്ള കാസ്റ്റ് ചെയ്യുന്ന പാത്രങ്ങളിൽ ഉണ്ടാക്കിയാലാണ്. പിന്നെ ഇൻഡസ് വാലിയിൽ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല ഉള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്ക്വെയർ സെറ്റ് ഉണ്ട്. അതിൻ്റെ തന്നെ കുക്കർ, കുക്ക്വെയർ സെറ്റ്, കടായി, ഫ്രൈ പാന്, ബിരിയാണി പോട്ട്, സോസ് പാന്, മൾട്ടി പോട്ട്, പുട്ട് മേക്കർ, മിൽക്ക് കുക്കർ, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കാസ്റ്റ് ചെയ്യാനിൽ വരുവാണെങ്കിൽ തവ വരുന്നുണ്ട്, കടായി, ഫ്രൈ പാന്, പനിയാരം പാന്, ഗ്രിൽ പാന്, അപ്പം പാന്, പിന്നെന്താ അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്തോ. നമുക്ക് നമ്മളൊരു പാത്രം വാങ്ങുകയാണെങ്കിൽ കുറേ കാലം യൂസ് ചെയ്യലല്ലേ നല്ലത്. അതുപോലെ തന്നെ ഇത് നല്ല വെയിറ്റുള്ള പ്രൊഡക്റ്റാണ്. പക്ഷേ വെയിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ചൂടാവാൻ താമസിക്കൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചൂടാവും കേട്ടോ. ഞാനിപ്പോൾ എല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഉണങ്ങിയ ടൈമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. കുറച്ച് എന്താ പറയുക നമ്മൾ യൂസ് ചെയ്യും മുമ്പേ കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ബ്രഷ് ചെയ്ത് കൊടുക്കൽ നല്ലതാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ 2 ഭാഗത്തും ഓയിലൊന്ന്
പാനൊന്ന് ചൂടാക്കിയിട്ട് ഓയിൽ പുരട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ കഴുകിയിട്ട് വെള്ളത്തിൻ്റെ അംശം മൊത്തത്തിൽ തുടച്ചെടുത്തിട്ട് ഇതുപോലെ ഓയിൽ എല്ലാ ഭാഗത്തും ബ്രഷോ അല്ലാന്നുണ്ടെങ്കിൽ കോട്ടൺ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പുരട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ കഴുകുമ്പം സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് കഴുകണമെന്നൊന്നും ഇല്ല, ജസ്റ്റ് നമുക്ക് സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് തന്നെ കഴുകാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രശ്നം വരുന്നില്ല. നമുക്കിതിൽ ദോശ എല്ലാ ഐറ്റംസും ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ലാസ്റ്റ് ഞാൻ കടായിലും കൂടി കുറച്ച് ഓയിൽ ഒന്ന് പുരട്ടി കൊടുക്കലാണ് എല്ലാ ഭാഗത്തും. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ IRFA12 എന്ന് പറഞ്ഞാൽ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. ഇനിയിപ്പം പനീർ കറി റെഡിയാക്കി എടുക്കാം. ഞാനിതാ 2-3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഐറ്റം ഒന്ന് കാണിക്കുന്നത്. ആദ്യം ഞാനിതാ പാത്രം ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ചധികം ഓയിൽ ഒഴിക്കുക, കാര്യം പനീർ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 4-5 വെളുത്തുള്ളി തൊലിയോട് കൂടി ഇട്ട് കൊടുക്കുക, വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇതാ കഴുകി വെച്ച പനീറും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൽ ഞാൻ എൻ്റെ മക്കളുടെ സ്കൂളിൽ ഒരു ദിവസം കൊടുത്തിട്ടുണ്ടായിന്. അന്നേരം ഭയങ്കര ടേസ്റ്റി എന്നെല്ലാം കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിന്. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു റെസിപ്പിയാണിത്. 2-3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ടേബിൾ സ്പൂണ് കെച്ചപ്പും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പനീർ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്കാക്കി എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ 3 ഉള്ളി, ക്യാപ്സിക്കൻ 2 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഓരോന്നെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഗ്രീന് മാത്രമായാലും കുഴപ്പമില്ല, ക്യാപ്സിക്കം എന്തായാലും ചേർത്ത് കൊടുക്കുക. 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 3 ഉള്ളി വലിയതായിട്ട് കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വലിയ പീസാക്കിയിട്ട് കട്ടാക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്കാക്കി എടുക്കണം, എന്നാലാണ് ഇതൊരു 3 മിനിറ്റ് കൊണ്ടെല്ലാം കുക്കായിട്ട് വരാം. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്കില്ലേ കുറച്ച് കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ലാസ്റ്റ് ഇതിലേക്കില്ലേ എന്താ പറയുക കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം മിക്സ് ആക്കി എടുത്താൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പനീർ ചില്ലി റെഡിയാവും. പനീർ ചില്ലിന്നോ മസാലയെന്നോ എന്തും പറയാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ റോട്ടിൻ്റെ കൂടെയോ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും, അടിപൊളിയാണ്. ഇനിയിപ്പം ഇത് രണ്ടാമത്തെ കറിയായിട്ട് ഒരു ഗ്രേവി ടൈപ്പിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് ക്രീമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ട് പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുക. ഒരു 10-15 കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഒഴിച്ച് കൊടുക്കാം. അതും ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഉണ്ടാവില്ലേ, അത് ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റിയാണ്. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് ഗ്രേവി പരുവത്തിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അവസാനമായിട്ട് വീണ്ടും ഞാൻ കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തിള വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ തിളക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയല്ലേ. രാവിലെല്ലാം കുട്ടികൾക്ക് സ്കൂളിലേക്ക് എന്താണെന്ന് വേണ്ടതെന്ന് ചിന്തിക്കുന്ന ടൈമിൽ നമ്മൾ പനീറെല്ലാം ഫ്രിഡ്ജിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. വേവിക്കേണ്ട ടൈം പോലും എടുക്കില്ല പനീറെല്ലാം ആകുമ്പം. അപ്പോൾ 3 മിനിറ്റ് കൊണ്ടെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം ചപ്പാത്തി, പൊറോട്ട, ദോശ എല്ലാത്തിൻ്റെ കൂടെയും ചേരും കേട്ടോ. പിന്നെ നെയ്ച്ചോറ് എല്ലാത്തിൻ്റെ കൂടെയും അടിപൊളിയാണ്. പിന്നെ വറ്റൽ മുളകും വെളുത്തുള്ളിയും ആദ്യം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാര്യമായിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതെന്തായാലും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇൻഡസ് വാലിൻ്റെ പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും പിന്നിലും എല്ലാം ഞാൻ ഇവരുടെ ലിങ്ക് കൊടുക്കുക. നിങ്ങൾ ലിങ്കിൽ കയറി ചെക്ക് ചെയ്തോ. അതുപോലെ തന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. 12% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ റെസിപ്പി ട്രൈ ആക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും, ബൈ ബൈ.